ദുബായിലെത്തിയിട്ട് രണ്ടാം ദിവസമാണിന്ന്. ഇന്ന് ഞങ്ങൾ അബുദാബിയിലേക്കുള്ള യാത്രയിലാണ്. അബുദാബിയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ താഴെ മതി. നല്ല സ്പീഡിൽ ഓടിച്ച് പോകാവുന്ന റൂട്ടാണിത്. ഇവിടെ ബോർഡിൻ്റെ സിഗ്നൽസിനൊരു പ്രത്യേകത, ദുബായിയുടെ സിഗ്നൽസിന് 80 കിലോമീറ്റർ സ്പീഡാണ് കാണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 100 സൈൻ ബോർഡ് കാണിക്കുന്നതെങ്കിൽ നമുക്കൊരു 100 മുതൽ 120 വരെ പോകാവുന്നതാണ്. 80 ആണെങ്കിൽ 100 വരെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ അബുദാബിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അവിടെ കാണിക്കുന്ന എന്താണോ 100 കിലോമീറ്റർ സ്പീഡാണ് വേഗത പോകേണ്ടതെങ്കിൽ അവിടെ 100 കിലോമീറ്ററിൻ്റെ മേലെ പോകാൻ പാടില്ല. ആ 100 കിലോമീറ്ററിൽ തന്നെ ലിമിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ട് നന്നായിട്ട് കാണാം. നമുക്കിതിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. ദുബായ് ഫ്രെയിമിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാം. നമ്മൾ അടുത്ത ദിവസം ദുബായ് ഫ്രെയിം കാണാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കയറുന്ന ടണല് കയറി ഇറങ്ങുമ്പോൾ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ബുർജ് ഖലീഫയും അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതിൽ സ്കൈ വാക്ക് നടത്തുന്ന കെട്ടിടങ്ങളുണ്ട്. അതുകൂടാതെ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം.
കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം. ഇപ്പം തന്നെ നല്ല ക്യൂ ഇവിടെ കാണുന്നുണ്ട്, വലിയ ക്യൂ ആണ്. പക്ഷേ ഈ സൈഡിലെ ആണുങ്ങൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ലേബർ ക്യാമ്പിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ക്യൂ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല വെയിലാണിപ്പോൾ. അപ്പോൾ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് വേറൊരു ക്യൂ ഉണ്ട്, പെട്ടെന്ന് കയറാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. നല്ല ചൂടുണ്ട്. ഇപ്പം ദൂരത്തു നിന്നുള്ള കാഴ്ച നമുക്ക് കാണാം. ഇപ്പം ഇവിടെയാണ് നമ്മുടെ മൊബൈല് എല്ലാം അകത്തോട്ട് കയറ്റാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്ന വഴി ഇതാണ്. ഈ വഴിയിലൂടെയാണ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിനകത്തെ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും പുറത്തെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെയാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഉള്ളിലേക്ക് കയറാം, കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ അകഭാഗം മുഴുവൻ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ സ്വാമിനാരായണൻ്റെ ആണ്. അതുകൂടാതെ ശിവൻ, കൃഷ്ണൻ, ശ്രീരാമൻ, അങ്ങനെ പല പല ദൈവങ്ങളുടെ, അയ്യപ്പൻ്റെ ഉൾപ്പെടെയുള്ള ദൈവങ്ങളുടെ പ്രതിഷ്ഠ ഈ അമ്പലത്തിലുണ്ട്. അപ്പോൾ ഉള്ളിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തുള്ള വീഡിയോസ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കുന്നവർ നേരിട്ട് വന്ന് കാണുക. ഇത് ശരിക്കും തുറസായി കിടക്കുന്ന ഒരു പറമ്പ്, വലിയ മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഗ്രാൻഡ് മോസ്ക് ആണ്. അപ്പോൾ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ പാർക്കിംഗ് ചെയ്തതിന് ശേഷം ഒരു അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇതിൻ്റെ അകത്തോട്ട് എൻട്രി അനുവദിക്കുകയുള്ളൂ. അതിന് ലേഡീസിന് പ്രത്യേകിച്ച് വേഷം മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം എന്നാൽ ഫുൾ കൈ ആയിരിക്കണം. അതുകൂടെ മുടി കാണാത്ത രീതിയിൽ തലമുടി മറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നമ്മുടെ കൂടുതലുള്ള 2 ലേഡീസിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഇന്നലെ കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. പാർക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കടക്കുവാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യകാലങ്ങളിൽ ചെരുപ്പ് അല്ല ഷൂ ഇടാൻ സമ്മതിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇത്രയും ജനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷമാണ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോവുക. അപ്പോൾ നമ്മുടെ നിലത്ത് ബാക്കി ഉള്ള ഭാഗത്ത് ചെരുപ്പ് ധരിക്കാതെ നമ്മുടെ പള്ളിയുടെ ഉള്ളിലോട്ട് കയറാം. നല്ല വലിയ വലിയ ലൈറ്റുകൾ നമുക്ക് ഇതിൽ കാണാം. നല്ല വലിയ കാഴ്ചകൾ നമ്മളെ തേടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ രാജ്യങ്ങളുടെ ക്ലോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലോക്കാണിത്. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ സന്ദർശനത്തിന് ശേഷം ഞങ്ങളിപ്പോൾ പോരുന്നത് അബുദാബി പാലസിലേക്കാണ്.
അപ്പോൾ ഇവിടെ ശരിക്കും വലിയൊരു ഹോട്ടലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പാലസിലെ രാജാവ് താമസിക്കുന്ന വേറെ ഒരു സ്ഥലത്താണ്, അത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതിപ്പോൾ അബുദാബി പാലസ് എന്ന് പറയപ്പെടുന്ന വലിയൊരു കൊട്ടാര സമുച്ചയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ചെറിയ രീതിയിലാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത്. നല്ല വലിയ കെട്ടിടങ്ങളും ഇങ്ങനെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊട്ടാരത്തിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ഫെരാരി മ്യൂസിയമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വലിയ വലിയ റൈഡുകളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൂടുതൽ തുക മുടക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അതിനുള്ളിലോട്ട് കയറിയില്ല. ഇനി വേറൊരു ദിവസം നമ്മൾ നോക്കാമെന്നുള്ള പരിഗണനയിലാണ് വന്നിരിക്കുന്നത്. നോക്കാം. ഇപ്പം ഇവിടെ ഏകദേശം കയറാനായിട്ട് തന്നെ ഒരാൾക്ക് 7000 രൂപയോളം ചിലവ് വരും. അതിൻ്റെ റൈഡ്സിലൊക്കെ കയറാവുന്നതാണ് നമുക്ക്. ഫെരാരി വേൾഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ സ്പീഡി ആയിട്ടുള്ള കുറേ റൈഡ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് വരാം എന്നുള്ള ഉദ്ദേശത്തിൽ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത സ്ഥലവുമായിട്ട് വരുന്നുണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങൾ അബുദാബിയിലെ കാഴ്ചകളിലേക്കാണ് കടന്നത്. അബുദാബിയിലെ കാഴ്ചകളും അബുദാബിയിൽ നിന്ന് തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ദുബായിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.